Dear students, welcome to Compass International. എന്തുകൊണ്ടാണ് ജോർജിയ MBBS ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ളത്? എങ്ങനെയാണ് ജോർജിയയിൽ MBBS പാസ്സായ ഒരു കുട്ടി UK അതേപോലെ US പോലുള്ള കൺട്രീസിൽ വളരെ പെട്ടെന്ന് സെറ്റിൽ ആവുന്നത്? എന്തുകൊണ്ടാണ് ജോർജിയയിൽ MBBS കഴിഞ്ഞ ഒരു കുട്ടി ഇന്ത്യയിൽ വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് എക്സാം പാസ്സാവുന്നത്? ഇങ്ങനത്തെ പല ഡൗട്ട്സും നിങ്ങൾ പാരൻസിനും അതും സ്റ്റുഡൻസിനും കാണും അല്ലേ? ഇന്ന് ഈ വീഡിയോയിൽ സെപ്റ്റംബർ 2025 ജോർജിയയിൽ പോകാൻ ആഗ്രഹിക്കുന്ന അതും മെഡിസിൻ പ്രോഗ്രാമിന് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു സെഷനാണ്. നിങ്ങൾക്ക് വരാൻ പോകുന്ന ഡൗട്ട്സ്, അതിപ്പോൾ അഡ്മിഷൻ ആയിക്കോട്ടെ, അവിടെ ചെന്നിട്ടുള്ള വിസ പ്രോസസ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ പ്രോസസ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. വിദേശത്ത് ഏതൊരു കൺട്രി പോകുമ്പോഴും നമ്മൾ ആ കൺട്രിയുടെ ഒരു ബേസിക് ഐഡിയ അല്ലെങ്കിൽ ബേസിക് ജോഗ്രഫിക്കൽ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈസ്റ്റിൽ ഏഷ്യയും റൈറ്റിൽ യൂറോപ്പിൻ്റെ നടുക്ക് വരുന്ന മനോഹരമായിട്ടുള്ള ഒരു രാജ്യമാണ് ജോർജിയ, സറൗണ്ടഡ് ബൈ അർമേനിയ, അസർബൈജാൻ ആൻഡ് ബ്ലാക്ക് സീ. MBBS പ്രോഗ്രാമിനോടൊപ്പം തന്നെ ജോർജിയ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും കൂടിയാണ്. മെജോറിറ്റി ഓഫ് ആൾക്കാരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് വരുന്നത് ഇംഗ്ലീഷ് തന്നെയാണ്. എന്നിരുന്നാലും അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് വരുന്നത് ജോർജിയൻ ലാംഗ്വേജ് ആണ്. ക്യാപിറ്റൽ സിറ്റി ടിബ്ലിസി ആണ്. പിന്നെ അവിടുത്തെ കറൻസി ജോർജിയൻ ലാരിയാണ്, വിച്ച് ഈസ് ഇക്വലൻ്റ് ടു ഇന്ത്യൻ റുപ്പീസ് 30. ജോർജിയയിൽ MBBSൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 6 years ആണ്. അതിൽ ആദ്യത്തെ 5 years ആണ് സ്റ്റഡീസ് പീരീഡ് വരുന്നത്. ലാസ്റ്റ് ഇയർ അല്ലെങ്കിൽ 6th year എന്ന് പറയുന്നത് ഹൗസ് സർജൻസി പീരീഡ് ആണ്. +2 സയൻസ് ഗ്രൂപ്പിൽ നിന്ന് 55% കിട്ടിയ ഏതൊരു സ്റ്റുഡൻസിനും ജോർജിയയിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ പല സ്റ്റുഡൻസിന് വരുന്ന ഒരു ഡൗട്ടാണ്, റീസെൻ്റ്ലി May 4th നീറ്റ് എക്സാം എഴുതി. പലർക്കും വരുന്ന ഒരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീറ്റിന് എനിക്ക് വിചാരിച്ച അത്ര സ്കോർ കിട്ടിയില്ല, അതുകൊണ്ട് എനിക്ക് ഇന്ത്യയിൽ കിട്ടിയില്ല, അതുകൊണ്ട് എനിക്ക് ജോർജിയയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ, എനിക്ക് അഡ്മിഷൻ കിട്ടുമോ, ഇങ്ങനെ പല ഡൗട്ട്സുകൾ കുട്ടികൾക്ക് വരാറുണ്ട്. ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത്, നീറ്റ് എന്നുള്ള റിക്വയർമെൻറ്റ് ഇന്ത്യൻ ഗവൺമെൻറ്റിനാണ്. നമ്മൾ പുറത്തുള്ള ഏതൊരു യൂണിവേഴ്സിറ്റീസിലേക്ക് പോകുമ്പോൾ നീറ്റ് അവർക്ക് ആവശ്യമില്ല. പക്ഷേ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് അത് മാൻഡേറ്ററി ആയിട്ട് പറയുന്നത് കൊണ്ടാണ് പല ഫോറിൻ യൂണിവേഴ്സിറ്റി, എസ്പെഷ്യലി ജോർജിയയിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പം അവർ നീറ്റ് ചോദിക്കുന്നത്. എന്നിരുന്നാലും നീറ്റിൻ്റെ ഒരു കട്ട് ഓഫ് മാർക്സ് അല്ലെങ്കിൽ ഇത്രയും % നിങ്ങൾക്ക് വേണമെന്നില്ല ജോർജിയയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ. പകരം നിങ്ങൾക്ക് നീറ്റ് ജസ്റ്റ് പാസ്സായാൽ മതി. അതായത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ജനറൽ കാറ്റഗറി, SC/ST കാറ്റഗറിക്ക് ഒരു റിക്വയർമെൻറ്റ് വെച്ചിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ കട്ട് ഓഫ് മാർക്സ്. ജസ്റ്റ് നീറ്റ് എക്സാമിന് പാസ്സായാൽ മതി. ഇത്രേ % അല്ലെങ്കിൽ ഇത്രേ മാർക്സ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ജോർജിയയിൽ അഡ്മിഷൻ കിട്ടുള്ളൂ എന്നുള്ള റിക്വയർമെൻറ്റ് ജോർജിയൻ യൂണിവേഴ്സിറ്റീസ് ഇല്ല. ദാറ്റ് ഈസ് ഒൺലി ഫോർ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ്. അതുകൊണ്ട് തന്നെ പക്ഷേ വിസയിലേക്കോ അഡ്മിഷനിലേക്കോ ചെല്ലുമ്പോൾ നമുക്ക് നീറ്റിൻ്റെ സ്കോർ മാൻഡേറ്ററി ആണ്. പിന്നെ സെഷൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജോർജിയയിൽ MBBS കഴിഞ്ഞ ഒരു കുട്ടിക്ക് UK അല്ലെങ്കിൽ US വളരെ പെട്ടെന്ന് തന്നെ സെറ്റിൽ ആവാൻ പറ്റാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോർജിയയിൽ 5 years MBBS കോഴ്സിനോടൊപ്പം തന്നെ അവർ USMLEയും അതോടൊപ്പം തന്നെ പ്ലാബിൻ്റെയും എക്സാമിൻ്റെ ഒരു പ്രിപ്പറേഷൻ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ USMLE പ്ലാബ് മാത്രമല്ല, ഇന്ത്യയിൽ വന്നിട്ട് നമ്മുടെ സ്ക്രീനിങ് ടെസ്റ്റായ നെക്സ്റ്റ് എക്സാം, ഇതും കുട്ടികൾക്ക് ഒരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. സോ ദാറ്റ് ഒരു 6th year കഴിയുമ്പോഴത്തേക്കിന് കുട്ടികൾക്ക് ഈ സ്ക്രീനിങ് ടെസ്റ്റുകൾ വളരെ എളുപ്പത്തിൽ പാസ്സാവാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോച്ചിങ് ആണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ വരുന്ന നെക്സ്റ്റ് എക്സാം എഴുതുന്ന എല്ലാ കുട്ടികളും ഓൾമോസ്റ്റ് ജോർജിയയിൽ നിന്ന് വരുന്ന കുട്ടികൾ 50 to 80% ആണ് അവരുടെ സ്ക്രീനിങ് ടെസ്റ്റ് പാസ്സാവുന്ന റേഷ്യോ. നെക്സ്റ്റ് മെയിൻ ഇമ്പോർട്ടൻറ്റ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ക്ലിനിക്കൽ എക്സ്പോഷറാണ്. അതായത് MBBSൻ്റെ 4th year ആകുമ്പോഴത്തേക്കിനും ഈ കുട്ടികൾക്ക് ജോർജിയയിലുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിൽ, ക്ലിനിക്കിൽ ഓൾമോസ്റ്റ് ഒരു 5,000 to 6,000 ബെഡഡ് ഹോസ്പിറ്റൽസിലാണ് അവർക്ക് ഇൻറ്റേൺഷിപ്പിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ്. ബിക്കോസ് ഒരു MBBS കഴിഞ്ഞ ഒരു കുട്ടിക്ക് തിയറി മാത്രമല്ല, പ്രാക്ടിക്കൽ എക്സ്പോഷർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വിച്ച് റിയലി ഹെൽപ്പ് ദം ഡ്യൂറിങ് ദി internship or house surgency. നെക്സ്റ്റ് ചില പാരൻസിന് വരുന്നൊരു ഡൗട്ടാണ് സ്കോളർഷിപ്പ് ഉണ്ടോ എന്നുള്ളത്. നോർമലി കുട്ടികൾക്ക് അക്കാഡമിക്സിൽ നല്ലൊരു പെർസെൻറ്റേജ് അല്ലെങ്കിൽ നീറ്റ് സ്കോറിന് നല്ലൊരു പെർഫോമൻസ് കുട്ടികൾക്കുണ്ടെങ്കിൽ
ചില യൂണിവേഴ്സിറ്റീസ് ഗവൺമെൻറ് ഫണ്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി, ഫോർ എക്സാമ്പിൾ ടിബ്ലിസി സ്റ്റേറ്റ്, ബാത്തമി ഷോട്ട, 1000 to 2000 euros വരെ അല്ലെങ്കിൽ USD വരെ അവർ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുമല്ല, സ്റ്റുഡൻറ്റ് ഫസ്റ്റ് ഇയർ തൊട്ട് 5th ഇയർ വരെ ഒരു ബെറ്റർ ഒരു അക്കാഡമിക് പെർഫോമൻസ് ആണ് വരുന്നതെങ്കിൽ 6th ഇയറിലെ ഫീസ് പല യൂണിവേഴ്സിറ്റീസും വേവ്ഡ് ഓഫ് ചെയ്യാറുണ്ട്. +2 കഴിഞ്ഞ കുട്ടികളായതുകൊണ്ട് തന്നെ മിക്ക കുട്ടികളും 18 വയസ്സ് അല്ലെങ്കിൽ ആ ഒരു ഏജ് കാറ്റഗറിയിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ പാരൻസിന് എപ്പോഴും ഒരു ടെൻഷനാണ് ഇവരുടെ ഫുഡിൻ്റെ അക്കോമഡേഷൻ. കാരണം ഇന്ത്യയിലത്തെ ഒരു സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കോമഡേഷനൊക്കെ സെപ്പറേറ്റ് ആണ്. ഫോറിൻ കൺട്രീസിൽ എങ്ങനെയായിരിക്കും, പക്ഷേ ഇവിടെ പറയാനുള്ളത് ജോർജിയയിൽ ഫുഡും അക്കോമഡേഷൻ അതിപ്പോൾ ബോയ്സിനായിക്കോട്ടെ ഗേൾസിനായിക്കോട്ടെ എല്ലാം സെപ്പറേറ്റ് ആണ്. അവരുടെ ബിൽഡിങ്ങും എല്ലാം സെപ്പറേറ്റ് തന്നെയായിരിക്കും വരിക. ഓൾമോസ്റ്റ് ഗേൾസിൻ്റെ ഒരു അക്കോമഡേഷൻ വരുന്നത് യൂണിവേഴ്സിറ്റിയുടെ പ്രിമൈസസിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ചേർന്നിട്ട് തന്നെയായിരിക്കും. ബോയ്സിനും യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ ആയിരിക്കും, പക്ഷേ കമ്പാരിറ്റീവ്ലി കുറച്ചൊരു ട്രാവലിംഗ് ഡിസ്റ്റൻസ് ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റേഴ്സ് വരാറുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ അക്കോമഡേഷൻ ഉണ്ട്. ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ അക്കോമഡേഷൻ ഇത്തിരി കോസ്റ്റ്ലി ആയിട്ട് തോന്നുകയാണെങ്കിൽ കോമ്പസ് ഇൻ്റർനാഷണലിലെ ഓൺ അക്കോമഡേഷൻ ഫെസിലിറ്റീസ് നമ്മളവിടെ അറേഞ്ച് ചെയ്യാറുണ്ട്. സോ ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ നോക്കിയിട്ട് നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് സെലക്ട് ചെയ്യാം. MBBSന് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് യൂണിവേഴ്സിറ്റീസ് നമുക്ക് നോക്കിയാലോ. ടിബ്ലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, ജോർജിയൻ നാഷണൽ യൂണിവേഴ്സിറ്റി, ബാത്തമി ഷോട്ട യൂണിവേഴ്സിറ്റി, ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റി. WHO മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയും അപ്രൂവ്ഡ് ആയിട്ടുള്ള ഈ യൂണിവേഴ്സിറ്റികളിൽ സെപ്റ്റംബർ 2025 അഡ്മിഷൻസ് ഓപ്പൺ ആണ്. നീറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ടില്ലെങ്കിലും നമുക്ക് സെപ്റ്റംബർ 2025 അഡ്മിഷൻസിന് അപ്ലൈ ചെയ്യാം. മെഡിസിനിൽ നല്ലൊരു കരിയറാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ വലിയൊരു എക്സ്പെൻസ് ഇല്ലാതെ ജോർജിയയിലുള്ള ബെറ്റർ യൂണിവേഴ്സിറ്റീസിൽ നമുക്ക് പഠിക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കോമ്പസ് ഇൻ്റർനാഷണലായി കോൺടാക്ട് ചെയ്യും.